എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ദീപാരാധനയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ബാക്കില്? വെച്ചാൽ ഞാൻ റെക്കോർഡിങ്ങിന് വന്ന് ഇരുന്ന സമയത്ത് പാട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ദീപാരാധന തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇരിക്കട്ടെ എന്ന്. അങ്ങനെ മംഗളകരമായി തുടങ്ങാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിങ്സ് നോക്കിയിട്ട് കുറേ നാളായി അല്ലേ? ഷോർട്സ് നോക്കണ്ടായിരുന്നു, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് അതാണ് നോക്കാൻ പോകുന്നത്, ഡീപ്പസ്റ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഫോർ യു. നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും അഗാധമായ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് എന്താണ് എന്നുള്ളത് അത് നമുക്ക് അറിയാം. എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കി കൺഫേം ചെയ്യുന്നത് നല്ലതാണല്ലോ അല്ലേ? മാറിയിട്ടില്ലല്ലോ, ഫീലിങ്സിൽ മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ എന്നൊന്ന് കൺഫേം ചെയ്യുന്നത് നല്ലതാണല്ലോ ഇടയ്ക്കിടയ്ക്ക്. നോക്കാം. അപ്പം നമുക്ക് ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ ഫീലിങ്സ് ഒക്കെ എന്താണെന്നൊക്കെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ന്യൂട്രലായിട്ട് മാത്രം വീഡിയോ കാണുക. റീഡിങ്ങിലേക്ക് പോയാലോ? ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ കറണ്ട് ഡീപ്പസ്റ്റ് ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തിയുടെ ഏറ്റവും അഗാധമായ ഫീലിങ്സ് എന്താണ് അവർക്കായിട്ടൊന്ന് പറഞ്ഞു തരൂ. എന്തൊക്കെയാണ് അവർ ഫീൽ ചെയ്യാറുള്ളത് ഒന്ന് പറഞ്ഞു തരൂ. ഒരു പേഴ്സൻ്റെ പേര് 3 പ്രാവശ്യം ആലോചിക്കുക. മുഖം മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പ്ലീസ് ഗൈഡ് ഡിവൈൻ. വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഏറ്റവും അഗാധമായിട്ടുള്ള ഫീലിങ്സ് അവർക്കായിട്ട് എന്താണ് എടുക്കട്ടെ. നമസ്കാരം. 8 of Wands, ശരി. 7 of Swords. എന്താണെന്ന് നോക്കാം കേട്ടോ. 2 കാർഡ് വന്നേ, 2 ഞാൻ എടുക്കുകയാണ്. ഹൈ പ്രീസ്റ്റസും 2 of കപ്സും. ലവേഴ്സ്, ഓബ്വിയസ്ലി ഇത് നമുക്ക് ഫീലിങ്സിൽ വരാതിരിക്കില്ലല്ലോ അല്ലേ? പേജ് ഓഫ് വാൻഡ്സ്, ശരി. എംപറർ, പേജ് ഓഫ് പെൻഡക്കിൾസ്, 9 of cups, chariot, 5 of cups, ശരി. 3 of pentacles, hermit, 5 of swords. ഓ, എന്ത് പറ്റി? ഡെവിൾ. ബോട്ടം ഓഫ് ദി ഡെക്ക് എന്താ? ഏസ് ഓഫ് കപ്സ്. 8 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഒരു സഡൻ കമ്മ്യൂണിക്കേഷൻ, ഒരു എന്താ പറയുക, ഒരു മെസ്സേജ് ആയിരിക്കാം, ഒരു കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നിങ്ങളുടെ ആള് പെട്ടെന്ന് മുന്നിൽ വന്ന് നിൽക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഒരു മെസ്സേജിനെ പറ്റി, കോളിനെ പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ശബ്ദം കേൾക്കണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. തടസ്സം ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം അവരുടെ ലൈഫിൽ ഒരു പക്ഷേ അവരുടെ മദറിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും എതിർപ്പുണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റൊരു കമ്മിറ്റഡ് പേഴ്സൺ ഉണ്ട്. ഓക്കെ, അതൊരു തടസ്സമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആയിട്ടും കാണുന്നു. ഹൈ പ്രീസ്റ്റസ് വെച്ചിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരുപാട് ടാരോ റീഡിങ് കാണുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഓവറായിട്ട്, അതായത് 2, 3 ഒന്നും അല്ല, അതിൽ കൂടുതൽ ടാരോ റീഡിങ്സ് ഡെയിലി കാണുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ രണ്ടിലൊരാൾ ആരെങ്കിലും ഒരു റീഡിങ് എടുത്തിരിക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഒരു റീഡിങ് എടുത്തിരിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒരു ടാരോ റീഡർ തന്നെ ആയിരിക്കാനും സാധ്യതയുണ്ട്. കാരണം അത്രയധികം ടാരോയുടെ എനർജി അതിൽ കാണുന്നുണ്ട്. അതായത് ദിവസം മുഴുവൻ ടാരോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഇരിക്കും പോലെ കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഇൻറ്റ്യൂറ്റീവ് ആയിട്ട് ഒരു പേഴ്സൺ ആണ്. പെട്ടെന്ന് ഇൻറ്റ്യൂഷൻസ് അവർക്ക് വർക്ക് ചെയ്യാറുണ്ട്, അത് ശരിയാവാറുമുണ്ട്. ഓക്കെ, 2 ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ കാണണം, സംസാരിക്കണം, സ്നേഹം പങ്കുവയ്ക്കണം എന്നെല്ലാം തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. റീയൂണിയനെ പറ്റി അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ എസ്പെഷ്യലി നിങ്ങളെ ഒന്ന് കാണാൻ സാധിക്കില്ലേ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്.
വളരെയധികം സ്നേഹം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് മനസ്സിൽ തോന്നുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് വോൺസ് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ടാണ് കാണുന്നത്. കമ്മ്യൂണിക്കേഷൻ ഇന്നത്തെ ദിവസം അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. കാരണം 8 ഓഫ് വോൺസ് ഉണ്ട്, പേജ് ഓഫ് വോൺസ് ഉണ്ട്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ വളരെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു കേട്ടോ. എംപറർ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുക, നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, അതേപോലെ സോഷ്യൽ സ്റ്റാറ്റസ്, ഏജ് ഡിഫറൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ വളരെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ജോബിലായിരിക്കാം, വീട്ടിലായിരിക്കാം, വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ്. അവരതിനെപ്പറ്റിയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ആ റിലേഷൻഷിപ്പ് ആ ഒരു റെസ്പോൺസിബിലിറ്റിക്ക് തടസ്സമാവരുത് എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? റെസ്പോൺസിബിലിറ്റി അതിൻ്റെ വഴിക്ക്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അതിൻ്റെ വഴിക്ക്, രണ്ടും പാരലലായി ഡീൽ ചെയ്ത് പോകാം എന്നുള്ള രീതിയിൽ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ ഫോട്ടോസൊക്കെ കൈവശം ഉണ്ടെങ്കിൽ അവർ നോക്കാറുണ്ടായിരിക്കും. ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ആക്റ്റീവ് ആണെങ്കിൽ അത് അവർ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. 9 ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. അവർക്ക് ലൈഫിൽ അങ്ങനെ പറയത്തക്ക എന്താ പറയുക ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവർ ഒരുവിധം സക്സസ്ഫുള്ളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഒരു കുറവ് അതവർക്ക് എന്നും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ചാരറ്റ് വെച്ച് വീണ്ടും ലോങ് ഡിസ്റ്റൻസ് ആണെന്ന് കാണുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ യൂണിഫോംഡ് ജോബിൽ ഉള്ളൊരു വ്യക്തിയുമായിരിക്കാം, നിങ്ങളും ആയിരിക്കാം. കാരണം ഞാൻ നിങ്ങളുടെ എനർജി ത്രൂ ആണ് നിങ്ങളുടെ പേഴ്സണെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചില കാർഡ്സിൽ നിങ്ങളുടെ എനർജിയും വരാൻ സാധ്യതയുണ്ട്. അതേപോലെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഉള്ള ജോബൊക്കെ ചെയ്യുന്ന, അതായത് ഇവരുടെ താഴെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി, മാനേജറിയൽ പൊസിഷൻ, അങ്ങനെയൊക്കെ ഒരു ടീം ലീഡർ അങ്ങനത്തെയൊക്കെയുള്ള രീതിയിൽ ഇവർ പറയുന്നത് കേൾക്കാൻ ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങളും ആയിരിക്കാം കേട്ടോ, തിരിച്ചും ആയിരിക്കാം. ഏത് കാർഡ് ആർക്ക് റെസനേറ്റ് ആവുന്നോ അതുപോലെ എടുക്കുക. ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ വന്ന് നിങ്ങളെ കാണണം എന്ന് അവർക്ക് തീർച്ചയായും ആഗ്രഹമുണ്ട്. അത് മാത്രമല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. 5 ഓഫ് കപ്സ് വെച്ച് വല്ലാത്തൊരു മിസ്സിങ് എനർജി നിങ്ങളുടെ പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. 3 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അവരുടെ ലൈഫിൽ. നമുക്ക് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല. തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഇവിടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ നമുക്ക് വേണമെങ്കിൽ അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് എടുക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറയുമ്പോൾ 2-3 സിനാറിയോ നമുക്കവിടെ വരും. ഒന്ന് അവരുടെ എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരിക്കാം, അതായത് പാരൻസ്, അതോ അല്ലെങ്കിൽ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അവരെ പഠിപ്പിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ വേറെന്താണ്, ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, കടബാധ്യത അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. നമ്മൾ ഈ തടസ്സം എന്താണെന്നാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ഇവർ മാരീഡ് ആണെങ്കിൽ ഇവരുടെ സ്പൗസ്, കുട്ടികൾ, അങ്ങനെ. ഓക്കെ, അത്രയും തേർഡ് പാർട്ടി ആയിട്ട് തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. തടസ്സമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള. ഓക്കെ, ചിലരെങ്കിലും അതിനെക്കുറിച്ച് ഓർത്ത് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നു. ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്. എല്ലാം തനിയെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ അവർക്കുണ്ട്. ഉറക്കമില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ആണെന്നുള്ളത് ഒരു ബോധറേഷൻ ആണ്. ഓക്കെ, ഡെവിൾ വെച്ചിട്ട് നിങ്ങളുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു മാഗ്നറ്റിക് പുള്ള് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാന്തം വെച്ച് നിങ്ങൾ അവരെ അടുത്തേക്ക് വലിക്കുമ്പോൾ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവാറുണ്ട്. അതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൊണ്ടുള്ളതാണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ലവേഴ്സ് ആൻഡ് ഡെവിളും ഒരുമിച്ച് വരുന്നവിടെ നമ്മൾ ഒരു ഫിസിക്കൽ അട്രാക്ഷനും അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയും. ഓക്കെ, ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങളെ വളരെയധികം സ്നേഹമാണ്. ദേ കീപ് സേയിങ് ദേ ലവ് യു കേട്ടോ. അവർ ദിവസത്തിൽ ഒരു 100 വട്ടം മനസ്സിൽ പറയുന്നുണ്ടാവും അവർക്ക് നിങ്ങളോട് എത്ര ഇഷ്ടമുണ്ട് എന്നുള്ളത്. ഓക്കെ, മേജറായിട്ട് അത് തന്നെയാണ് ഫീലിംഗ്. കാരണം ബോട്ടം ഓഫ് ദി ഡെക്ക് ഏസ് ഓഫ് കപ്സ് ആണ്. അതാണ് പ്രബലമായിട്ടുള്ള അവരുടെ ഫീലിംഗ്. ഓക്കെ, നിങ്ങൾക്കായിട്ടുള്ള, മനസ്സിലായില്ലേ? അപ്പോൾ കുറച്ച് കാർഡ്സ് കൂടി എടുക്കാം. അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞിട്ടില്ല, പാട്ട് ഇടയിൽ ഒരു 15 മിനിറ്റ് എന്തോ നിർത്തിയിട്ടുണ്ട്, പൊങ്കാല നടക്കണോ. ആ ഗ്യാപ്പിൽ ഞാൻ ഓടി വന്ന് എടുക്കുക. അതുകൊണ്ടാണ് ചില സ്റ്റാമറിങ് വരുന്നത് കേട്ടോ. വെപ്രാളപ്പെട്ട്
എടുക്കുന്നതിൻ്റെ ആണ്, ക്ഷമിക്കുക. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ കമൻറ്റിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. മൂൺ വെച്ചിട്ട് നിങ്ങൾ വല്ലാതെ മിസ്സിങ് ഫീലിങ്ങിലാണ്. ഓക്കെ, ഇൻസെക്യൂരിറ്റിയും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. വളരെ ബോൾഡായിട്ട് ധൈര്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഒരുപാട് ബഹുമാനവുമാണ് എന്ന് കാണുന്നു കേട്ടോ. നൈറ്റ് ഓഫ് വോൺസ് വെച്ചിട്ട് എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്ന. ഒരു നെക്സ്റ്റ് ആക്ഷൻ എടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും നാള് ഒരു ഇനാക്റ്റീവ് സ്റ്റാറ്റസിലായിരുന്നെങ്കിൽ, അതായത് സ്നേഹം മനസ്സിലുണ്ട്, അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു ആക്ഷനും വരുന്നുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ആക്ഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നു കേട്ടോ. കിങ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളെ പ്രതി വളരെയധികം അട്രാക്റ്റഡ് ആണ്, നിങ്ങളെ പ്രതി റെസ്പെക്റ്റ് ആണ്, അതേസമയം സ്നേഹവുമാണ് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ക്യാരക്ടർ ആവട്ടെ, നിങ്ങളുടെ ശബ്ദമാവട്ടെ, നിങ്ങളെ കാണാനാവട്ടെ, എല്ലാം അവർക്ക് വളരെയധികം ഇഷ്ടമാണ്. ഓക്കെ, 3 ഓഫ് വോൺസ് വെച്ചിട്ട് വീണ്ടും ഒരു ലോങ് ഡിസ്റ്റൻസ്, ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അത് ഒരു ബോദറേഷൻ ആണ് എന്ന് തന്നെ കാണിക്കുന്നു. ഓക്കെ, കിങ് ഓഫ് കപ്സ് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവരൊരു ഇനാക്റ്റീവ് സ്റ്റാറ്റസിൽ ഇരുന്നിട്ടുണ്ടാവുക ഇത്രയും നാള്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടു, ഇനാക്റ്റീവ് സ്റ്റാറ്റസിൽ ഇരിക്കുന്നവർക്ക് എന്താണ് വരുന്നത്, ഒരു ആക്ഷൻ അവർ എടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഏസ് ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ തീരുമാനിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതാണ് അവിടെ ആക്ഷൻ വരുന്നത്. ഇത്ര നാൾ സംശയിച്ചിരിക്കുകയായിരുന്നു, വേണോ വേണ്ടയോ, മുന്നോട്ട് പോകണോ വേണ്ടയോ എന്ന് സംശയിച്ചിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു എംപ്രസ് സാന്നിധ്യമാണ് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളെന്നും അവരുടെ ലൈഫിൽ വേണം, നിങ്ങളുടെ കെയർ, നിങ്ങളുടെ സ്നേഹം എല്ലാം അവർക്ക് കൈവിട്ട് കളയാൻ പറ്റില്ല, എന്നും കൂടെ വേണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. 2 ഓഫ് പെൻഡക്കിൾസ് വെച്ച് പലരും ഇപ്പോഴും ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. ഇടയ്ക്കിടയ്ക്ക് ഒരു ചാഞ്ചാട്ടം വരും. മുന്നോട്ട് പോകണോ പുറകോട്ട് പോകണോ, അവിടെ തന്നെ നിൽക്കണോ എന്നൊക്കെയുള്ള ഒരു ചാഞ്ചാട്ടം ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇടയ്ക്കൊരു ക്ലാരിറ്റി കിട്ടും, മുന്നോട്ട് തന്നെ പോകാം എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോഴാണ് ഈ ആക്ഷൻ എടുക്കാമെന്നൊക്കെയുള്ള ചിന്തകൾ ഇവർക്ക് വരുന്നത്. പേജ് ഓഫ് സോർട്സ്, തീർച്ചയായും നിങ്ങൾക്കൊരു കോണ്ടാക്ട്, പേജിൻ്റെതായിട്ടുള്ള എല്ലാ കാർഡും തന്നെ ഇതിൽ വന്നു. അപ്പോൾ തീർച്ചയായും ഒരു കോണ്ടാക്ട്, ഒരു കോൾ, ഒരു മെസ്സേജ് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. നിങ്ങളെ പ്രതി വളരെ പൊസസീവായിട്ടും പ്രൊട്ടക്റ്റീവായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ ഇവരുടെ ഫീലിങ്സ് ഇവർ മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുകയാണ്, പറഞ്ഞിട്ടില്ല. പക്ഷെ നെക്സ്റ്റ് ആക്ഷൻ വരുന്നത് കൊണ്ട് പറയും എന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം പേജ് ഓഫ് സോർട്സ് ഇപ്പറേ വന്നിട്ടുണ്ട്, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ജഗ്ലിംഗ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ, ഫീലിങ്സ് മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു തുറന്നു പറച്ചിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് കാണുന്നു. ഒരേ ഒരു കാർഡ്, ലാസ്റ്റ് കാർഡ്. ഓക്കെ, അവിടെ പാട്ട് തുടങ്ങാറായി. 4 ഓഫ് കപ്സ് വല്ലാത്തൊരു മിസ്സിങ് എനർജിയിൽ ഇരിക്കുകയാണ്. ലോങ് ഡിസ്റ്റൻസ് എന്നുള്ളത് വീണ്ടും വീണ്ടും നമുക്ക് ഒരു കൺഫർമേഷൻ ആയിട്ട് വരികയാണ് കേട്ടോ. കൂടുതൽ പേരും ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരേ സിറ്റിയിലൊക്കെ ആയിരിക്കും, പക്ഷെ അവിടെ ഒരു കൺസിഡറബിൾ ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരാൾ സിറ്റിയുടെ ഒരു എൻഡിലായിരിക്കും, മറ്റേ ആൾ സിറ്റിയുടെ വേറൊരു എൻഡിലായിരിക്കും. അതും നമുക്ക് ജിയോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ, എന്താ പറയുക, മണിക്കൂറിലൊരിക്കൽ വന്ന് കാണാനൊന്നും സാധിക്കുന്നുണ്ടാവില്ല. അതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്. നിങ്ങൾക്കായിട്ട് പാട്ട് തുടങ്ങിയിട്ടില്ല, ഞാൻ ഒരു കാര്യം, ഞാൻ മെസ്സേജസ് കൂടെ എടുത്തു തരാം. ഞാൻ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാർഡ്സ് വേഗം എടുത്തു വെച്ചു കേട്ടോ. വേഗം വേഗം വായിക്കാമേ. യു ആൻഡ് മീ ബാലൻസ്ഡ്, കണക്റ്റഡ്, ഇൻ ഹാർമണി. അത് ടെമ്പറൻസിൻ്റെ ഒരു എനർജിയാണ് കേട്ടോ. ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ്, നിങ്ങളുടെ പേഴ്സൺ ഹീലിംഗിൽ കൂടി കടന്നു പോകേണ്ടിയിരിക്കുന്നു കേട്ടോ. വാർണിംഗ്, ലുക്ക് ഫോർ റെഡ് ഫ്ലാഗ്സ്, ചുറ്റുമുള്ളവരെ സൂക്ഷിക്കുക കേട്ടോ, കൂടെ നിന്ന് ചതിക്കാതെ ശ്രദ്ധിക്കുക. യു ആർ ഡ്രൈവിംഗ് മീ ക്രേസി, നിങ്ങളവരെ വട്ടുപിടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഐ എം ബോതേർഡ് അബൌട്ട് മൈ സോഷ്യൽ ഇമേജ്. കണ്ടോ, എംപററുടെ കാർഡ് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സോഷ്യൽ ഇമേജ് ഒരു പ്രശ്നമാണെന്ന്. ഐ വിഷ് തിങ്സ് വുഡ് ബി ഡിഫറെൻറ്റ്, കാര്യങ്ങൾ വേറെ മാതിരി ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലിയോ, ചിങ്ങരാശി. അപ്പോൾ ഹാർട്ട്സ് മിറർ റീച്ചത്, നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണും അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഐ എം നെവർ ഗിവിങ് അപ്പ് ഓൺ യു.
നമ്പർ 6, 15, 24. ഐ കെയർ അബൌട്ട് യു. നിങ്ങളെപ്പറ്റി ഒരു കെയർ ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. ന്യൂ ബിഗിനിങ്സ്, പുതിയ തുടക്കങ്ങൾ. ഡു യു ലവ് മീ. നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ടോ? നമ്പേഴ്സ് 3, 21, 12, 30. എക്സ്പ്രസ് സ്പീഡിലാണ് ഞാൻ വായിക്കണേ. വിഷ് ഫുൾഫിൽമെന്റ് 11, 11. വെരി ഗുഡ്. ചിലർക്കെങ്കിലും വിഷ് ഫുൾഫിൽമെന്റ് വരുന്നുണ്ട്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണേ. ഐ വിൽ റിമെമ്പർ യു ഓൾ മൈ ലൈഫ്. നിങ്ങളെ അവരൊരിക്കലും മറക്കില്ല എന്ന് പറയുകയാണ്. ഫോളിങ് ഫോർ യു. ന്യൂ ലവ് ആണ് കേട്ടോ. ന്യൂ ലവിൻ്റെ എക്സ്പ്രഷൻ ആണത്. സ്കോർപിയോ, വൃശ്ചികം. തേർഡ് പാർട്ടി നോസ്. ചിലരുടെയെങ്കിലും തേർഡ് പാർട്ടിക്ക് വിവരങ്ങൾ അറിയാമെന്ന് പറയുന്നു. യു ഹാവ് ചേഞ്ച്ഡ്. നിങ്ങളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ അവർക്ക് ഫീൽ ചെയ്യുന്നു. ഐ ഹാവ് മൂവ്ഡ് ഓൺ. ചിലരെങ്കിലും മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയണോ, എന്നിട്ട് മറക്കാൻ പറ്റില്ല എന്നും പറയുന്നു അല്ലേ. ഹാവ് യു മൂവ്ഡ് ഓൺ. ഐ ഹാവ് മൂവ്ഡ്. ഹാവ് യു മൂവ്ഡ് ഓൺ. നിങ്ങൾ വിട്ടുപോയോ? അത് പാടില്ല. അവരങ്ങനെയൊക്കെ പറയും, പക്ഷെ നിങ്ങൾ പറയരുത്. ഐ ഫോർഗെറ്റ് മൈസെൽഫ് വെൻ ഐ ലുക്ക് ഇൻ ടു യുവർ ഐസ്. ഓ, നിങ്ങളുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അവരെല്ലാം മറന്നു പോകും എന്ന് പറയുന്നു. എന്നിട്ടാണ് മൂവ് ഓൺ ചെയ്തത്. സഡൻ കമ്മ്യൂണിക്കേഷൻ, 8 of Wands ഞാൻ പറഞ്ഞില്ലേ. ഐ എം തിങ്കിങ് അബൌട്ട് യു റൈറ്റ് നൗ. നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ്. ഐ നോ ഐ സ്പോയിൽഡ് എവറിത്തിങ്. അവരുടെ മിസ്റ്റേക്ക് ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. യു ആർ സോ പെർഫെക്റ്റ്. നിങ്ങൾ അവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളാണ്. ഐ ബറി മൈസെൽഫ് ഇൻ വർക്ക് ടു ഫോർഗെറ്റ് അബൌട്ട് യു. കൂടുതൽ ജോലി ചെയ്യാൻ ശ്രമിക്കുകയാണ് നിങ്ങളിൽ നിന്നും മനസ്സ് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഐ മിസ് യുവർ വോയിസ്, പ്ലീസ് കോൾ മീ. അവരെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിക്കുകയാണ്. ഐ മിസ് യു. ഓ, ഡ്രീമിങ് ഓഫ് യു. സ്വപ്നങ്ങളിൽ പോലും നിങ്ങളാണ് കേട്ടോ. പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് മീ. അവർ ഓക്കെ ആണ്, അവരെ പറ്റി ടെൻഷൻ അടിക്കണ്ട പറയാണ്. നമ്പേഴ്സ് 2, 11. 222. റീയൂണിയൻ. ഏരീസ്, മേടരാശി. വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ശരിയായ സമയത്തിനായി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവര്. കം ബാക്ക് ടു മീ പ്ലീസ്. നിങ്ങൾ അവരെ വിട്ടിരിക്കുകയാണെങ്കിൽ അവരിലേക്ക് തിരിച്ചു വരൂ എന്ന് പറയുകയാണ്. സാജിറ്റേറിയസ്. യുവർ വോയിസ് ഹാസ് മാജിക് ഇൻ ഇറ്റ്. ഐ ലവ് ടു ഹിയർ യു. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ അവർക്ക് വളരെ ഇഷ്ടമാണെന്ന് പറയുന്നു. ഐ വോണ്ട് ടു ബി വിത്ത് യു. നിങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി എന്നവർ ചിന്തിക്കുകയാണ്. ടോറസ്, ഇടവരാശി. യു ആർ സോ സ്പെഷ്യൽ. നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു. ക്യാൻ വി ടോക്ക്. നമുക്ക് സംസാരിക്കാമോ? ജെമിനായി, മിഥുന രാശി. മാരി മീ, പ്രപ്പോസൽ. റീയൂണിയൻ. ആർ യു ഹാപ്പി വിത്തൗട്ട് മീ. അവരില്ലാതെ നിങ്ങൾ ഹാപ്പി ആണോ? ഐ എം സോറി ഐ ഹേർട്ട് യു. നിങ്ങളെ വിഷമിപ്പിച്ചതിൽ സോറി പറയാണ്. ആ നോട്ടിൽ നിർത്തണ്ട, ഞാൻ ഒരു കാർഡ്, 2 കാർഡ് കൂടെ എടുക്കാം. ഐ എം സ്റ്റക്ക് വിത്ത് തേർഡ് പാർട്ടി. അതിലേറെ. 2 souls, 1 heart with you. I choose love every single day. ഓക്കെ, അത് ഒരു ടെമ്പറൻസിൻ്റെ ഒക്കെ എനർജിയാണ് കേട്ടോ. ഒരു ഈക്വൽ ബാലൻസിൽ എത്തണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യുക കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം, ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.